ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഓംലേറ്റാണ്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഓംലേറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 2 കോഴിമുട്ട, ഒരു 2 സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, ഇത്രയും ക്വാണ്ടിറ്റിക്ക് നമ്മൾ മുരിങ്ങയിലയാണ്, നല്ല ഇളയ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ആ ചുവന്നുള്ളി ഇതാ നല്ല പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളെടുത്തു. ആ തേങ്ങ പച്ചമുളക് ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ 2 മുട്ടക്കുള്ള കറക്റ്റ് ക്വാണ്ടിറ്റിയാണ്. പിന്നെ ആ മുരിങ്ങ ഇലയും ചേർത്ത് കൊടുത്തു. ചുവന്നുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. ഇനി ചില്ലി ഫ്ലേക്സ് ഒരു 3/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ 2 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ ചേരുവകൾ ചേർത്ത് ഓംലേറ്റ് ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റ് അപാരമായിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു ഓംലേറ്റാണ്. നല്ല ഹെൽത്തിയുമാണ്. ഇനി അതിലേക്ക് ഇതാ ഒരു 1/2 സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലതുപോലെ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ഇതേപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾക്ക് ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണുള്ളത്. എന്നിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പതയൊക്കെ വന്നിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അടിഭാഗം ഒന്ന് വെന്തോ നോക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അടിഭാഗം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇപ്പോഴും നമുക്ക് ആ സൈഡിൽ ആ പതയൊക്കെ ഉണ്ട്. ഈ പതയൊക്കെ ഒന്ന് കെട്ടടങ്ങിയാൽ നമ്മൾക്ക് അറിയാൻ പറ്റും ഓംലേറ്റ് ശരിക്കും സെറ്റായി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയും ലോ ഫ്ലെയിമിലാക്കിയിട്ടും നമ്മളിത് എടുക്കണം. വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇപ്പോൾ പതയെല്ലാം കെട്ടടങ്ങി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുരിങ്ങയില, തേങ്ങയും ചുവന്നുള്ളി എല്ലാം ചേർത്ത ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ചെയ്യാതെ വേണമെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓംലേറ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്